വളർത്താൻ അനുയോജ്യമായിട്ടുള്ള പോത്തുകുട്ടികൾ നോക്കുന്നവർക്കില്ല. മലപ്പുറം കക്കൂസ് ഫാമിൽ വന്നിട്ടുള്ള കുട്ടികളാണ്. പെരുന്നാൾ കഴിഞ്ഞ ശേഷം വന്നിട്ടുള്ള കുട്ടികളാണ്. 2 ലോഡ് മുറ പോത്തുകുട്ടികളാണ് എത്തിയിട്ടുള്ളത്. മലപ്പുറം ബഫ്ലോസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കുളത്തൂർ പലകപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ. എന്താ പാട്? നല്ലത്. നമ്മളെ നാട്ടിൽ തന്നെയാണ് സംഭവം നടക്കുന്നത്. എൻ്റെ പേര് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 6-7 കൊല്ലക്കായി ഞാൻ ഇവിടുന്ന് വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടുന്ന് ഞങ്ങൾ റിട്ടേൺ കൊണ്ടുവരലുണ്ട്. ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും നല്ല റിസൾട്ടാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഒരുപാട് ചങ്ങരങ്ങളും ആ ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. 7 കൊല്ലം കഴിഞ്ഞു ഞാനിവിടെ ഇത് കൊണ്ടുപോയി കൊടുക്കൽ തുടങ്ങിയിട്ട്. ഈ ഫാമിൽ നിന്ന് സ്ഥിരമായിട്ട് കൂടുതലുണ്ട്, കൊണ്ടുപോയി കൊടുക്കലുണ്ട്. പിന്നെ അത് രണ്ടാമത് ഞങ്ങൾ തന്നെ ഇവിടുന്ന് വലുതായിട്ട് കുട്ടികളെ റിട്ടേൺ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് പിന്നെ സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. വലിയൊരു കുഴപ്പമില്ല, എല്ലാവരും പിന്നെ നല്ല റിസൾട്ടാണ് പറയുന്നത്. വീണ്ടും വന്ന് എത്രയോ പ്രാവശ്യം ഒരേ സ്ഥലത്തേക്ക് 3-4 പ്രാവശ്യമൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരേ സ്ഥലത്തേക്ക് തന്നെ നിലമ്പൂർ ഭാഗത്തൊക്കെ വലിയൊരു പിന്നെ റിട്ടയർഡ് കേണലാണ്. അവരിതിൽക്കൊക്കെ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ സാധനം വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? ഒന്നാമത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരേ ലെവലിൽ കിട്ടും. ചന്തി പോയി വാങ്ങുമ്പോ അതുമാതിരിയല്ല, ഇവിടെ നമുക്ക് ചെറുതുണ്ട് വലുതുണ്ട്. എങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് എടുത്തു പോകുന്നുണ്ട് ആൾക്കാർ. കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല റിസൾട്ടാണ് പറയുന്നത്. വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, 7 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഇവിടെ ഓടൽ തുടങ്ങിയിട്ട്. സാധനം കിട്ടിയോ? കിട്ടി. സാധനം കിട്ടി. രണ്ടാമത്തെ വരുന്നത്. ഇപ്പൊ കിട്ടി. എത്ര എടുത്ത്? 2 തന്നെ വന്നു. പക്ഷെ സാധനം കഴിഞ്ഞു. പെട്ടെന്ന് 3 ലോഡ് വരുന്നു പറഞ്ഞത്. 2 ലോഡ് വന്നിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം ഒന്നും കൂടി വന്നിട്ട് നോക്കേണ്ടി വരും. നേരത്തെ വരണം. കാരണം ഇവിടെ ഇപ്പൊ ഒരുപാട് ആളുകൾ മാർക്കിംഗ് ആണ്. ഇന്നും തന്നെ ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടാതെ അല്ലേ? കിട്ടാനാണ് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഇന്നും കിട്ടാണ്ട്. നമ്മളിപ്പോ നിങ്ങളെ വീഡിയോ കണ്ട് തന്നെ വന്നത്. ഇന്ന് ബുക്ക് ചെയ്തിട്ട് നേരത്തെ വരണം. നേരത്തെ വരണം അല്ലേ? എന്നിട്ട് മാർക്ക് ചെയ്യണം. എന്നാൽ നല്ലതിനെ പിടിക്കുക. ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ആളുകൾ എന്താ ചെയ്യാ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചയാണല്ലോ. ഒക്കെ ഒരേ പോലെയുള്ള കുട്ടികളാണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ ആരും കുറ്റം പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ വന്നത് കിട്ടും. കുഴപ്പമില്ല, എല്ലാവരും നല്ല തന്നെ പറയണത്. ഓക്കെ, എന്തായാലും എടുത്തേക്ക് വന്നില്ല, കുഴപ്പമില്ല. നോക്കട്ടെ. ഞാൻ എടുത്താ ഒന്നോ? നിങ്ങൾ എവിടുന്നാണ്? എടിയൂര് അല്ലേ? ഏതപ്പോ എടുത്ത്? ഇതല്ലേ? എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? കുഴപ്പമൊന്നുമില്ല. പറഞ്ഞേക്കാം, അങ്ങനെ പോകുന്നു. നല്ല കുട്ടികളെ കിട്ടും പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെ ആദ്യമായിട്ട് വരിക? അല്ലല്ല, വന്ന് കൊണ്ടുപോയിട്ടോ സാധനം? എങ്ങനെയുണ്ട് വളർച്ചയൊക്കെ? കുഴപ്പമില്ല. അത് വിറ്റാ? ഇപ്രാവശ്യം വിറ്റ്? അല്ലല്ല, അത് കുറച്ച് കുറെ ആയില്ലേ? ഒരെണ്ണം കൂടി വാങ്ങണം. സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആളാ? പോത്തുണ്ടാവും എപ്പോഴും അല്ലേ? കിട്ടിയാ സാധനം? കിട്ടിയാ? സാധനം കിട്ടീന്. എത്ര വാങ്ങി? 2 അല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മള് സാധാരണ എല്ലാരും എങ്ങനെ കണ്ടുകൊണ്ട് വന്നതാണ്. ഫസ്റ്റ് വരികയാണ്. നിങ്ങളെവിടെ സ്ഥലം? കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്ത്. അത് ശരി. കുറച്ച് ദൂരത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ 4 മണിക്ക് പോകുന്നതാണ് ഞങ്ങള്. അത് മൊറപോത്ത് പറഞ്ഞാട്ട് കേട്ടാണ് അങ്ങനെ വന്നാണ്. ഇവിടെ വന്നപ്പോ എങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടല്ലോ? 2 മാർക്ക് ചെയ്തിട്ടാണ്. ഇവിടുന്ന് കൊണ്ടുപോയ ആളുകളൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞു? ഓലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ വന്നാണ്. ഓക്കെ. വാങ്ങിയപ്പോ? ഞാൻ വാങ്ങി വന്ന്. ഇതാണ് വാങ്ങിയത്? ഇത്. ഓക്കെ, അടിപൊളി അല്ലേ? അടിപൊളി. എങ്ങനെ ഇവിടെ ആദ്യമായിട്ട് വരണേ? ആദ്യമായിട്ടാ. അല്ല, ഇതിന് മുന്നേ ഒപ്പം വന്നിട്ടോ. മൂപ്പര നിങ്ങളെ കൂടെ വന്നാളാ? എങ്ങനെയുണ്ട്? കൊണ്ടുപോയത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സാറായി വിറ്റു. എടുത്തു. എത്ര കിലോ പോലെ ഉണ്ടായത് നമ്മൾ ഇവിടുന്ന് ആദ്യം കൊണ്ട്? 2ന്റെ പുറത്ത് പോയി. 2ന്റെ പുറത്തുണ്ടായിരുന്നല്ലേ? വരാതെ തന്നെ കുട്ടികൾ ഉഷാറായതുകൊണ്ട് വന്നു. കൊണ്ടുപോയ കുട്ടികൾ കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതിന്റെ പറയാൻ പറ്റൂല. ഇത് കൊണ്ടുപോയി നോക്കട്ടെ. ഉഷാറായി വളർന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. ഇങ്ങനെ ബുക്ക് ചെയ്തിരുന്നാ? ഇല്ലല്ല, ബുക്ക് ചെയ്തു. രാവിലെ തന്നെ ഒന്ന് രാവിലെ വന്നു. ഇപ്പൊ സാധനം വാങ്ങിയോ? സാധനം വാങ്ങി. എങ്ങനെയുണ്ട് കുട്ടികള്? കുഴപ്പമില്ല. എങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണ്? പക്ഷെ ഇതിന്റെ മുന്നേ ഏട്ടനെടുത്തിനി.
ആ അപ്പോൾ എങ്ങനെയുണ്ട് വളർച്ച എങ്ങനെയുണ്ട്? വളർച്ച അടിപൊളി എന്നേ അത് കണ്ടിട്ട് വന്നാണ് അല്ലേ? കണ്ടിട്ട് ആ അപ്പോൾ എത്രണ്ണം എടുത്ത്? രണ്ടെണ്ണം എടുത്തല്ലേ? ആ എവിടുന്നാ വരുന്നത്? നമ്മള് ഫറോക്ക് കോഴിക്കോട്. കോഴിക്കോട് ഫറൂഖ്ന്നല്ലേ? ആ സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആളാ? ആ ഏതൊക്കെ? അത് സാധാ പോത്ത് തന്നെയാണ്. ആ സാധാ പോത്തും ഈ മുറക്കുട്ടികളും കൂടി വ്യത്യാസം മനസ്സിലാവുണ്ടോ? ഉണ്ട് അല്ലേ വളർച്ചയിൽ? അത് ഒരു കൊല്ലം പോരുന്നത് കൊണ്ട് ഇത് ഒരു 6 മാസം പോറ്റിയാൽ മതി. ആ അപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും അല്ലേ? പിന്നെ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? നല്ല ഭംഗിയുണ്ടാവും. ആ നല്ല ആ ഇനി മുടിയളിച്ചിലിന് ഒലിയത്തിനൊക്കെ പോവുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള പോത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഈ മുറക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളത് അല്ലേ? ആ എവിടുന്ന വരുന്നത്? കുന്നംകുളത്ത് നിന്നല്ലേ? ആ അപ്പോൾ സാധനം കിട്ടിയോ? സാധനം കിട്ടി. ആ എങ്ങനെയുണ്ട് കുട്ടികളെ? എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമാണ്. ആ നല്ല അഭിപ്രായം അല്ലേ? നിങ്ങൾ എവിടുത്തെ? ഞാൻ വളാഞ്ചേരി. വളാഞ്ചേരി. ആ ഇപ്പോൾ കിട്ടിയോ? സാധനം കിട്ടിയോ? സാധനം കിട്ടിയില്ല. അതല്ലേ? ആ ഇപ്പം ലേറ്റ് ആയി ഉണ്ടല്ലേ വരാൻ? ലേറ്റായി വരും. ഇവിടെ ഇങ്ങനെ മൊബൈൽ കണ്ടിട്ട് ആ മൊബൈൽ കേട്ടിട്ട് വന്നാണ്. ആ എങ്ങനെയുണ്ട്? ഇതിന് പിന്നെ പോത്ത് വളർത്തുന്ന ആളാ? ആ പോത്ത് വളർത്തുന്ന ആളാണ്. സ്ഥിരമായിട്ട് പോത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലേ? വളർച്ച വേഗം വരും. ആ ഈ മുറ കുട്ടികളല്ലേ? മുറ കുട്ടികൾ. ഇതിന് വളർത്തുന്നത് മുറ തന്നെയാണോ? അല്ലല്ല ഉള്ളത് വേറെ എൻ്റെ അടുത്ത് നാടൻ പോത്തോളാം. ആ അതിനെക്കാട്ടിയും ബെറ്റർ ആണല്ലേ? ബെറ്ററാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ നടട വാങ്ങാം. ആദ്യമായിട്ട് വാങ്ങണല്ലേ? ആദ്യമായിട്ട് വാങ്ങുകയാണ്. ആ ഓക്കെ ഓക്കെ.